കർത്താവിന്റെ നാമത്തിൽ പ്രവചിച്ച, കർത്താവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയ, കർത്താവിന്റെ നാമത്തിൽ വലിയ വീര്യപ്രവർത്തികളെ ചെയ്തു എന്ന് അവകാശവാദം ഉന്നയിക്കുന്ന ഒരു സംഘം ആളുകളോട് കർത്താവ് പറയുകയാണ്, ഞാന് നിങ്ങളെ അറിഞ്ഞിട്ടേയില്ല. ചോദ്യം, കർത്താവിന് ചിലരെ അറിയത്തില്ലേ? കർത്താവിന് അറിയാത്ത ആൾക്കാരുണ്ടോ? എല്ലാവരെയും കർത്താവിന് അറിയാം. 139 സങ്കീർത്തനത്തിൽ പറഞ്ഞ് ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയാം. ഹൃദയത്തിലെ നിരൂപണങ്ങൾ ദൂരത്ത് നിന്നറിയാം, ചിന്ത വരെ അറിയാം. ഉദരത്തിൽ ഉരുവായപ്പോൾ അസ്ഥികൾ ഭാഗമായി തമ്പുരാൻ നമ്മളെ സൃഷ്ടിച്ചപ്പോ അപ്പോഴേ നമ്മളെ അറിയാവുന്ന ഒരു ദൈവം. ആ ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം, ഈ അറിഞ്ഞിട്ടില്ലെന്ന് പറയാനുള്ള കാരണം അടുത്ത വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഇവർക്ക് പ്രവചനമുണ്ട്, ഭൂതശാന്തിയുണ്ട്, വീര്യപ്രവൃത്തിയുണ്ട്, പക്ഷെ വചനം അനുസരിക്കുകയില്ല. ദൈവത്തിന്റെ വചനത്തെ കേട്ടിട്ട് അത് അനുസരിക്കാൻ മനസ്സ് കാണിക്കാത്ത ആളുകളെ കുറിച്ച് കർത്താവ് പറയാണ്, എനിക്കറിയത്തില്ല. നിങ്ങൾ പറയുന്നു ഞങ്ങൾ അങ്ങനെ, ഞങ്ങൾ ഇങ്ങനെ, ഞങ്ങൾ അത് ചെയ്തു, ഞങ്ങൾ ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നു. എന്റെ നോട്ടത്തിൽ നിങ്ങളിൽ കാണുന്നത് അതല്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ദൈവമക്കളെ, ജനുവിനായിരിക്കാൻ, നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തിയും ഒരുപോലെ ആയിരിക്കാൻ, മുഖംമൂടികളില്ലാതെ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തിയല്ലാൻ, മറച്ചു വെക്കാൻ ഒന്നുമില്ലാതെ, മൂടി വെക്കാൻ ഒന്നുമില്ലാതെ തമ്പുരാന്റെ അടുക്കലേക്ക് ചെല്ലാൻ കഴിയുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാകാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുകയാണ്, എഴുന്നേൽപ്പീൻ, നാം പോകാം, ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നോട് ഒരു കാര്യവുമില്ല, അവന്റേതൊന്നും എന്റെ കയ്യിലില്ല. ദൈവം മുമ്പാകെ ഞാനും നിങ്ങളും അടുത്ത് ചെല്ലുമ്പോ ഉറപ്പോടെ ദൈവസന്നിധിയിൽ പറയാനായി കഴിയണം. യേശു പറഞ്ഞ ഈ വാക്കുകൾ, പിശാചിന് അവകാശം പറയാൻ കഴിയുന്ന അവന്റെ ഒരു സാധനവും എന്റെ കയ്യിൽ ഇല്ലെന്ന് പറയാൻ കഴിയത്തക്ക നില ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ കർത്തൃസന്നിധിയിൽ വരുമ്പോൾ നമുക്ക് രണ്ടു മുഖം പാടില്ല, ഒറ്റ മുഖമേ പാടുള്ളൂ. സത്യസന്ധമായി, ഹൃദയംഗമായി കർത്താവിനെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മുഖം, ഒറ്റ മുഖം. കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ സന്നിധാനത്തിൽ നമ്മൾ ആയിരിക്കുന്നത് പോലെ എന്നിട്ട്, കർത്താവേ, ഞാനിതാ ഇങ്ങനെയാണ് എന്ന് തുറന്നു പറയാൻ കഴിയുന്ന ആ അനുഭവം പിതാവിന്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും യേശു തന്നെ വെളിപ്പെടുത്തിയത് ആ നിലയിലാണ്. വളരെ കൃത്യമായി യേശു പറഞ്ഞു, ശത്രുവിൻ്റെതൊന്നും എന്റെ കയ്യിൽ ഇല്ല.